മറ്റൊന്ന് റിപ്പോർട്ടർ ബ്രേക്കിംഗ്. LDF സർക്കാരിൽ പ്ലീഡറായിരുന്ന പൂജ സുരേന്ദ്രൻ ഹൈക്കോടതി അഭിഭാഷക പട്ടികയിൽ. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് പൂജ പ്ലീഡറായത്. LDF സർക്കാരുകളിൽ AG ആയിരുന്ന CP സുധാകര പ്രസാദിന്റെ ജൂനിയറാണ് പൂജ. LDF UDF സർക്കാരുകളുടെ കാലത്ത് ഒരാൾ പ്ലീഡറായി വരുന്നത് അപൂർവമാണ്. റഹീസ് റഷീദ് ചേരുന്നു. റഹീസ്, അങ്ങനെ അപൂർവമായി പലതും ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. പൂജ ഒന്നാമത്തെ പിണറായി സർക്കാരിൽ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഇടവേള, പിന്നെ വീണ്ടും ഇപ്പോൾ UDF സർക്കാരിൽ വരുമ്പോൾ സ്വാഭാവികമായും പല സംശയങ്ങളും ഉയരും. അത് പ്രതിപക്ഷത്തിന് പല വാദങ്ങൾ ഉയർത്താനുള്ള സാഹചര്യം കൂടി അതിലുണ്ട്. റോഷ്നി, അതിലുണ്ട്. പക്ഷെ പൂജ സുരേന്ദ്രന്റെ കാര്യത്തിൽ പ്രതിപക്ഷം വിമർശനം ഉയർത്താൻ സാധ്യതയില്ല. കാരണം അവർക്കൊപ്പം ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഹൈക്കോടതിയിൽ പ്ലീഡറായി ജോലി ചെയ്ത ആളാണ്. സാധാരണഗതിയിൽ ഇത്തരം പ്ലീഡർ നിയമനങ്ങൾ നടക്കുമ്പോൾ അതാത് സർക്കാരുകൾ വരുമ്പോൾ അവരത് വീതം വെച്ചപ്പോൾ കോൺഗ്രസ് കുറച്ചെടുക്കും, ലീഗ് കുറച്ചെടുക്കും, മറ്റു കക്ഷികൾക്കെല്ലാം കുറച്ചെടുത്ത് വീതം വെക്കുന്നതാണ് രീതി. പക്ഷെ കോൺഗ്രസിന്റെ കോട്ടയിലാണ് ഇപ്പോൾ വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പൂജ സുരേന്ദ്രന്റെ കാര്യം വരികയാണെങ്കിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ, അതായത് 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ ഗവൺമെന്റിന്റെ ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗമായി അല്ലെങ്കിൽ അവർ നിയമിച്ച ഹൈക്കോടതിയിലെ അഭിഭാഷക പാനലുണ്ടായിരുന്ന പ്ലീഡറായിരുന്നു പൂജ സുരേന്ദ്രൻ. അതിനുശേഷം കഴിഞ്ഞ വർഷം പൂജ ഇല്ലായിരുന്നു. പക്ഷേ ഇത്തവണ വീണ്ടും കോൺഗ്രസിന്റെ ലേബലിൽ, അന്ന് വന്നത് LDF ലേബലിലാണെങ്കിൽ ഇപ്പോൾ UDF ലേബലിൽ ഹൈക്കോടതിയിലെ ഗവൺമെന്റിന്റെ പ്ലീഡർ പട്ടികയിൽ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് തന്നെ പുറത്തിറങ്ങി കഴിഞ്ഞു. അതിനകത്ത് മറ്റൊരു രാഷ്ട്രീയം കൂടിയുണ്ട്. അതായത് 2 LDF സർക്കാരിന്റെ കാര്യത്തിൽ AG ആയിരുന്ന CP സുധാകര പ്രസാദ്, അത് 2006 മുതൽ 2011 വരെ VS അച്യുതാനന്ദൻ സർക്കാരിലെ AG ആയിരുന്നു CP സുധാകര പ്രസാദ്. ഒന്നാം പിണറായി വിജയ സർക്കാരിലും AG ആയിരുന്നു. അദ്ദേഹത്തിന്റെ ജൂനിയർ കൂടിയാണ്. ഇതിൻ്റെ അകത്ത് 2 പ്രശ്നമുണ്ട്. ഒന്ന്, ഒരു മുൻ AG LDF നിയോഗിച്ച AG എന്ന് പറയുമ്പോൾ അവരുമായി ചേർന്ന് നിൽക്കുന്ന ഒരാളായിരിക്കും. അവരുടെ ഓഫീസിലുള്ള ഒരു ജൂനിയറായ ഒരു അഭിഭാഷക അവരിനി മറ്റ് കോൺഗ്രസ് ആണെങ്കിൽ പോലും നിയമിക്കാൻ സാധാരണഗതിയിൽ അതാത് സർക്കാരുകൾ തയ്യാറാവില്ല. അങ്ങനെ 2 കാര്യത്തിൽ, ഒന്ന് LDF സർക്കാരിന്റെ കാലത്ത് നിയോഗിച്ച ഒരാളെ വീണ്ടും UDF സർക്കാരിന്റെ കാലത്ത് നിയോഗിക്കുന്നു, മറ്റൊന്ന് LDF സർക്കാരിന്റെ കാലത്ത് 2 തവണ AG ആയിരുന്ന ഒരാളുടെ ജൂനിയർ കൂടിയാണ് പൂജ സുരേന്ദ്രൻ എന്ന കാര്യം കൂടിയുണ്ട്. റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്. അപ്പൊ പൂജയുടെ നിയമനത്തിലുള്ള വസ്തുതകളും ഇങ്ങനെയാണ്. ഇതൊക്കെ ഏതു തരത്തിലേക്കാണ് കൂടുതലായി ഇനി വിവാദങ്ങളായി മാറിയാൽ തന്നെ UDF-ന്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കൊക്കെ മറുപടി നൽകേണ്ടി വരുമെന്നുള്ളതാണ്.